പറഞ്ഞു പറഞ്ഞ് കളി കാര്യാവുക. ഇയാൾക്ക് എന്നോട് ഒരു സ്നേഹവും ഇല്ലേ? കളിയാക്കാനും തല്ലുകൂടാനും കാശ് കടമടിക്കാനും മാത്രം മതിയോ ഞാൻ? അതിൻ്റെ അപ്പുറത്ത് ഇയാളുടെ ആരുമല്ലേ ഞാൻ? അറ്റ്ലീസ്റ്റ് ഒരു ഡിയറസ്റ്റ് ഫ്രണ്ടെങ്കിലും അല്ലേ ഞാൻ? എന്നോട് പോണ്ടാന്ന് പറഞ്ഞൂടെ ഇയാൾക്ക്? പോണ്ടാന്ന് ഞാൻ പറഞ്ഞ നീ പോവാതിരിക്കോ? വേറെ ആർക്കൊക്കെയോ വേണ്ടി ജീവിക്കാൻ വിധിക്കപ്പെട്ടവരാ നമ്മൾ രണ്ടാളും. നമ്മുടെ തോളിൽ ആവശ്യത്തിൽ കൂടുതൽ ഭാരങ്ങളുള്ളതാ. വേണ്ട. വ്യാമോഹങ്ങളൊക്കെ വലിച്ചെറിയാനുള്ള വേസ്റ്റ് ബാസ്ക്കറ്റാ കടല്. ഇന്നാൾ ഈ കടപ്പുറത്ത് നിന്നൊരു ഭ്രാന്തം പറയണ കേട്ടു എന്ന് ഇയാളാ പറഞ്ഞത്. ആ ഭ്രാന്തന് ഭ്രാന്തല്ലേ? എന്നാ പോവാ? ഒരാഴ്ച അല്ലെങ്കിൽ 10 ദിവസം. തൂക്കി കൊല്ലാൻ വിധിച്ച പ്രതിക്ക് തൂക്കിലേറ്റുന്ന ദിവസം കൃത്യമായിട്ടറിയാൻ പറ്റൂലേ? ഇത്രാം തീയതി കൃത്യം ഇത്ര മണിക്ക്. പിന്നൊരു പ്രതീക്ഷയുണ്ട്, ദയാഹർജി. ഇവിടെ ദയാഹർജിക്കുള്ള സ്കോപ്പും ഇല്ല അല്ലേ? ഒരു ഹർജി ഞാൻ തന്നാ സ്വീകരിക്കോ? 1994 രൂപ 50 പൈസ. എന്റെ ഒരു ജീവിതകാലത്തെ സമ്പാദ്യം ഇത്. കടം വീട്ടാൻ വല്ല ഉദ്ദേശമുണ്ടോ? ഹയ്യടാ, ആ ചിരി കണ്ടാ അറിയാം. കാശ് കടം ചോദിക്കുമ്പോഴത്തെ ഒരു ഇളിഞ്ഞ ചിരി. പോകുന്നതിന് മുമ്പ് എന്റെ കടം വീട്ടൂന്ന് വലിയ വീമ്പ് പറഞ്ഞിരുന്നല്ലോ. ഞാൻ പോവാണ് മാഷേ. കടങ്ങളൊന്നും ബാക്കി വെക്കാൻ പാടില്ലെന്നാ ഞങ്ങളുടെ പ്രമാണത്തില്. പോണ്ടെന്നൊരു വാക്ക് ഞാൻ പറഞ്ഞിരുന്നെങ്കിൽ ചിലപ്പോ അവള് പോവില്ലായിരുന്നു അല്ലേ പാപ്പ? തോന്നിയില്ല എനിക്ക്. കാറ് നീങ്ങാൻ തുടങ്ങിയപ്പോ ചെന്നിറങ്ങാൻ പറഞ്ഞിരുന്നെങ്കിൽ ചിലപ്പോ അവൾ ഇറങ്ങുമായിരുന്നു അല്ലേ? അതും തോന്നിയില്ല എനിക്ക്. ഒന്ന് തിരിഞ്ഞു നോക്കുകയും ചെയ്യാതെ പിടിച്ചു നിൽക്കായിരുന്നു അവള്. പാവം. ഞാനൊരു മനുഷ്യനാണോ പാപ്പ? ഞാൻ എന്താ ഇങ്ങനെയായത്? എനിക്ക് ആരോട് സ്നേഹമില്ലേ? നിന്റെ സ്നേഹം നീ ഉള്ളിൽ തന്നെ വെച്ചതല്ലേ? അത് അവൾക്കും അറിയാം. കൈവിട്ട് കളഞ്ഞില്ലേ വെറുതെ? ഇഷ്ടമില്ലാത്തൊരു ജീവിതം ജീവിച്ചു തീർക്കാൻ പറഞ്ഞു വിട്ടില്ല അവള്.